പ്രിയ സഖാക്കളെ, SFIയുടെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ രാജ്യത്തെ കർഷകരെ പിടിച്ചു കുലുക്കുന്ന പുതിയ നിയമവുമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെൻറ് പാർലമെൻറ്റിനകത്ത് പുതിയ ബില്ലുമായി വരികയാണ്. ഈ സാഹചര്യത്തിൽ ഈ ബില്ലിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി SFIയുടെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ നടത്തുന്ന ലൈവ് പരിപാടിക്കകത്താണ് ഞാൻ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ദുഃഖം നിറഞ്ഞ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ സംഗീത വിസ്മയമായ SP ബാലസുബ്രഹ്മണ്യൻ നമ്മെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ അനുശോചനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് SFIയുടെ അനുശോചനം കൂടി SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വിഷയവുമായി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സംവദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് SFIയുടെ മുൻകാല നേതാവും CWFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ മുൻ MLA കൂടിയായിട്ടുള്ള സഖാവ് V ശശികുമാരേട്ടനാണ്. സഖാവ് V ശശികുമാരേട്ടന് ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാജ്യവ്യാപകമായി കർഷക പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത, കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യൻ തൊഴിലാളി വർഗം ചേർന്ന് നിൽക്കാൻ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരുന്നു എന്നത് അത്യന്തം ആവേശകരമായ ഒരു കാഴ്ചയാണ്. SFI പ്രസ്ഥാനത്തിന്റെ ഒരു മുൻകാല പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ഓർമ്മ എൻ്റെ മുന്നിൽ കടന്നു വരികയാണ്. കേരളത്തിൽ മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി AKGയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരത്തിൽ അന്നത്തെ SFI പങ്കാളിയായ ഓർമ്മ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ആ മഹത്തായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി കടന്നു വന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആവേശ പ്രസ്ഥാനമായ, അഭിമാന പ്രസ്ഥാനമായ SFIയെ, അതിൻ്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. സാധാരണഗതിയിൽ വളരെ പെരിഫറലായ കാര്യങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ സംഘടനകൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒരു ഗൗരവമാർന്ന വിഷയത്തിലേക്കാണ് നിങ്ങൾ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ സെപ്റ്റംബർ 20-ന് പാർലമെന്റിൽ മുമ്പ് ഗവൺമെന്റ് പാസാക്കിയ 3 കർഷക ഓർഡിനൻസുകൾ വളരെ ഏകപക്ഷീയമായി നിയമമാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ബില്ലുകളെ ഔദ്യോഗികമായി ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തലിന് വേണ്ടി പറയുകയാണ്. ഒന്ന്, കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ പ്രോത്സാഹനവും സൗകര്യപ്പെടുത്തലും ബിൽ 2020. 2, കർഷക ശാക്തീകരണ സംരക്ഷണ ബിൽ 2020. 3, അവശ്യ വസ്തു നിയമ ഭേദഗതി ബിൽ 2020. ഈ 3 ബില്ലുകളാണ് നമ്മുടെ പാർലമെന്റ് അംഗീകരിച്ച് നിയമമാക്കിയിരിക്കുന്നത്. ഈ ബില്ലുകളുടെ പ്രത്യേകത, ഇതിലെ ആദ്യത്തെ 2 ബില്ലും നമ്മുടെ രാജ്യത്തെ സർക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങി കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും വിൽപ്പനയുമെല്ലാം
പരിപൂർണമായി സ്വതന്ത്രമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. സ്വതന്ത്ര വ്യാപാരം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. മൂന്നാമത്തേതാകട്ടെ കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണം അനിയന്ത്രിതമായി കോർപ്പറേറ്റുകൾക്ക് പതിച്ചു കൊടുക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതില്ല. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 60% ജനങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക രംഗം. ആ രംഗം പരിപൂർണമായി കോർപ്പറേറ്റുകൾക്ക് സ്വതന്ത്ര വിഹാരം നടത്താൻ അതിൻ്റെ മേലുണ്ടായിരുന്ന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ എടുത്തു മാറ്റി കാർഷിക മേഖല സമ്പൂർണമായി കോർപ്പറേറ്റ് ശക്തികളുടെ ഇംഗിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്നതാണ് ഈ ബിൽ ലക്ഷ്യം വെക്കുന്നത്. നമ്മളെല്ലാവരും പറയാറുണ്ട്, രാജ്യത്തെ പഴയ കാലത്ത് ഫ്യൂഡൽ കാലഘട്ടത്തിൽ കൃഷിക്കാരൻ വിത്തിറക്കുന്നു, വിള ജന്മി കൊണ്ട് കൊയ്തു കൊണ്ടുപോകുന്നു. അന്ന് വിത്തിറക്കുന്നത് കൃഷിക്കാരനും വിള കൊയ്തെടുക്കുന്നത് ജന്മിയുമായിരുന്നെങ്കിൽ കോർപ്പറേറ്റ് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൃഷിക്കാരനിറക്കുന്ന വിള കമ്പനികൾക്ക് കൊയ്തു കൊടുക്കാൻ കൊണ്ടുപോകാൻ സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. കോർപ്പറേറ്റ് കാലഘട്ടത്തിൽ കൃഷി, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതല്ലാതാവുകയും അതൊരു അഗ്രി ബിസിനസ്സായി മാറുകയും ചെയ്യുകയാണ്. ഈ പരിഷ്കാരങ്ങളുടെ ഫലമായി 2-3 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് കാർഷിക മേഖലയിൽ വരുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ കാർഷികോൽപ്പന്ന വിപണിക്ക് വില നിശ്ചയിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താനുണ്ടായിരുന്ന APMC സമിതികൾ, മണ്ഡി സമിതികൾ, അതിൻ്റെ പുറത്ത് കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള അനുവാദമാണ് കൊടുക്കുന്നത്. ഇത് കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന വില പോലും ലഭിക്കാൻ ഇടയില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാം എന്ന് പറയുന്നതോടുകൂടി വിപണിയിൽ വിലപേശി വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അത് വലിയ സംഭരണശാലകളിൽ പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയ്ക്ക് വില കൂട്ടി വിൽക്കാനും സൗകര്യമൊരുക്കുന്ന, പൂഴ്ത്തിവെപ്പിനെയും കരിഞ്ചന്തയെയും ഔദ്യോഗികമാക്കി മാറ്റുന്ന ഒരു പരിഷ്കാരമാണ് വന്നിരിക്കുന്നത്. കോർപ്പറേറ്റ് കാലഘട്ടത്തിൽ നമ്മളൊരു അനുഭവമുണ്ട്. നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് റിലയൻസിന് അവസരം കൊടുത്തത് ഓർക്കുന്നുണ്ടല്ലോ. BSNL-ഉം അതുപോലുള്ള കമ്പനികൾ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സന്ദർഭത്തിൽ റിലയൻസ് ഇന്ത്യയിലേക്ക് കടന്നു വന്നതും അവർ വെച്ച ഓഫറും നമുക്ക് ഓർമ്മയുണ്ടാവും. കുറച്ചു കാലത്തേക്ക് റിലയൻസിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരു ഫീസ് വേണ്ടതില്ല, ഫ്രീ സർവീസായിരുന്നു. എന്നാൽ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് മറ്റു ഉപഭോക്താക്കളെ എല്ലാം തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതോടുകൂടി 2 തരത്തിലാണ് അവർ ജനങ്ങളെ ചൂഷണം ചെയ്തത്. ഒന്ന്, മറ്റുള്ളവരുടെ റേറ്റിലേക്ക് അവരുടെ റേറ്റ് ഉയർത്തി. 2, സർവീസിന്റെ ദിവസങ്ങൾ അവർ കട്ട് ചെയ്തു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ റിലയൻസ് വരുത്തിയ ആ കൊള്ളയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ കാർഷിക മേഖലയിലേക്ക് കോർപ്പറേറ്റുകളുടെ ഇംഗിതത്തിന്, അവരുടെ ദയാദാക്ഷിണ്യത്തിന് കാത്തു നിൽക്കേണ്ട ഗതികളിലേക്ക് കൃഷിക്കാരെ തള്ളിവിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ കൃഷിക്കാർ വളരെ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തതിനെ തുടർന്ന്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉദാരവൽക്കരിച്ചതിനെ തുടർന്ന്, കാർഷിക മേഖലയിലെ സബ്സിഡികൾ പലതും എടുത്തു കളഞ്ഞതിനെ തുടർന്ന് കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയിടുകയും
കൃഷിക്കാർ കടം കയറി ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നത്. അതിലെ ഏറ്റവും ഉജ്ജ്വലമായ സമരമായിരുന്നു ബോംബെയിൽ നടന്ന ലോങ് മാർച്ച്. അതിനെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ, ഇന്ത്യയിലെ കാർഷിക മേഖലയിലാകെ ആ സമരം ആളിപ്പടർന്നു. 2017 സെപ്റ്റംബർ മാസം 5-ാം തീയതി തൊഴിലാളികളും കൃഷിക്കാരും തോളോട് തോൾ ചേർന്ന് കിസാൻ മസ്ദൂർ റാലി ഡൽഹിയിൽ സംഘടിപ്പിച്ചു. അത്ര വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന ആ കാലയളവിൽ ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ എല്ലാ ഭരണകൂടങ്ങളുടെയും മുമ്പിൽ ന്യായമായ നിർദ്ദേശങ്ങളായി പുറത്തുവന്നിരുന്നു. ഈ ഇന്ത്യൻ പാർലമെന്റിൽ ഈ കർഷക ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിന് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികളിൽ ഈ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ശുപാർശകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താങ്ങുവിലയെക്കുറിച്ചായിരുന്നു. ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ ചിലവും അതിന്റെ പകുതിയും ചേർത്ത് അങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾക്ക് തറവില നിശ്ചയിക്കേണ്ടത്. ആ തറവില കൊടുക്കാതെ ചൂഷണം ചെയ്യുന്ന വിൽപ്പനക്കാരന്റെ മേൽ അവർക്ക് മേൽ ശിക്ഷ ഏർപ്പെടുത്താനുള്ള ഭേദഗതികൾ വേണം എന്ന ഭേദഗതി പോലും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ആ ഭേദഗതികളൊന്നും പരിഗണിക്കാതെ ഒരു ഓർഡിനൻസിനെതിരെ പാർലമെന്റിലുള്ള അധികാരം വെച്ച് നിരാകരണ പ്രമേയം വയ്ക്കും. ആ നിരാകരണ പ്രമേയത്തിന്മേലാണ് ആദ്യത്തെ വോട്ടെടുപ്പ്. ആ വോട്ടെടുപ്പിന് അവസരം കൊടുക്കാതെ ഈ ബില്ല് പാസ്സാക്കാൻ തുടങ്ങുകയും അതിനെതിരെ ശബ്ദിച്ചപ്പോൾ വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ വോട്ടെടുപ്പ് വേണമെന്ന ന്യായമായ പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും അതിനുശേഷം സെലക്ട് കമ്മിറ്റിക്ക് വിടില്ലെന്ന് പറഞ്ഞപ്പോൾ വോട്ടെടുപ്പ് വേണമെന്നും പറഞ്ഞത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായിട്ടാണ് എല്ലാ പാർലമെന്ററി മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ടാണ്, പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഈ കർഷക പാർലമെന്റിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇത് സെപ്റ്റംബർ 20 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ കറുത്ത ദിനമായി അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഈ ബില്ലുകൾ ഇന്ത്യയിലെ കൃഷിക്കാരുടെ മരണ വാറണ്ട് എന്ന പേരിലായിരിക്കും ചരിത്രം വിധിയെഴുതുക എന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ബില്ല് ഒരു അവതരിപ്പിച്ച സാഹചര്യത്തെ മറ്റൊരു നിലയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാർഷിക ബില്ല് മാത്രമല്ല, 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ, അവരുടെ സ്വകാര്യവൽക്കരണ നയങ്ങൾക്ക് എതിരെ, അവരുടെ വർഗീയ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യയാകെ അവർക്കെതിരായി തൊഴിലാളികളും കൃഷിക്കാരും ജനങ്ങളും രംഗത്ത് വന്നു. അത് BJPയുടെ പല സംസ്ഥാന ഭരണങ്ങളെയും താഴെ ഇറക്കി. രാജസ്ഥാനിലെ ഭരണമാറ്റം, ജാർഖണ്ഡിലെ ഭരണമാറ്റം, ഇതെല്ലാം അന്നുണ്ടായതാണ്. അതിനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അട്ടിമറിച്ചത് പുൽവാമയിലെ ഭീകരാക്രമണവും അതിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയും എന്ന പേരിലായിരുന്നു. ആ പേരിൽ പാകിസ്ഥാൻ വിരോധവും ഇന്ത്യയുടെ സങ്കുചിത ദേശീയതയും ആളിക്കത്തിച്ചാണ് 2019 തെരഞ്ഞെടുപ്പിൽ മോഡി വീണ്ടും ജയിച്ച അധികാരത്തിൽ വന്നത്. ആ കിട്ടിയ അധികാരം അവർ തങ്ങളുടെ അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് കണക്കിലെടുത്തിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ വെമ്പി നിൽക്കുന്ന ഘട്ടത്തിലാണ് ലോകത്തെ ആകെ വലിയ പ്രയാസത്തിൽപ്പെടുത്തിക്കൊണ്ട് COVID-19 വ്യാപനം ഉണ്ടായത്. COVID-19 കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. നമുക്ക് കാണാനാകാത്ത ഒരു വൈറസ് ഒരു ഭാഗത്തും മനുഷ്യരാശി ആകെ മറുഭാഗത്തു നിന്ന് നടക്കുന്നൊരു സമരമാണ്, അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം. വാസ്തവത്തിൽ ലോകമാകെ രാജ്യങ്ങളുടെ അതിർത്തികൾ വിട്ട്, ഭരണകൂടങ്ങളുടെ വ്യത്യാസങ്ങൾ വിട്ട്, പ്രത്യയശാസ്ത്രങ്ങളുടെ തർക്കങ്ങൾ മാറ്റിവെച്ച് ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണിത്. അങ്ങനെ മനുഷ്യന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും എടുത്ത്
അതില്ലാത്തവരുടെ കൈകളിലേക്ക് സമ്മാനിക്കുക എന്ന ഉദാത്തമായ ഒരു മാനവ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഘട്ടമാണ്. മുതലാളിത്തത്തിൽ നിന്ന് അത് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. ഈ കാലയളവ്, ഈ കോവിഡ് കാലയളവ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് എന്തിനു വേണ്ടി വിനിയോഗിച്ചുവെന്ന് 4-5 ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ജനുവരി മാസം 30-ാം തീയതിയാണ് കോവിഡിന്റെ ആദ്യത്തെ കേസ് ഉയർന്നു വരുന്നത്. അത് കേരളത്തിലായിരുന്നു, തൃശ്ശൂരിലായിരുന്നു. അന്ന് ഇന്ത്യ വളരെ പിന്നിലാണ്, കോവിഡ് വ്യാപന രാജ്യങ്ങളുടെ പിന്നിൽ ഏറ്റവും പിന്നിലാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസ് വ്യാപിച്ച, കോവിഡ് മരണങ്ങളുണ്ടായ 2ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനം തടയുന്നതിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണകൂടം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കോവിഡിന്റെ മറ്റൊരു വശം, കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി നാം ഏർപ്പെടുത്തേണ്ടി വരുന്ന നിയന്ത്രണങ്ങൾ, ശാരീരിക അകലം പാലിക്കൽ, നമുക്ക് കൂട്ടായ്മകൾ ചേരാൻ കഴിയാത്തത്, ഫാക്ടറികൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത്, ഓഫീസ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത്, എല്ലായിടത്തും നിയന്ത്രണമാണ്. ഇത് ലോകവ്യാപകമായി തന്നെ ഉൽപാദന നഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ മാന്ദ്യത്തിലായിരുന്നു. ആ മാന്ദ്യം ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ GDP 23.9% കണ്ടു തകർത്തിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ ജോലിയില്ല, വരുമാനമില്ല, ആ നിലയിൽ കഷ്ടപ്പെടുകയാണ്. തൊഴിലാളികൾ, കൃഷിക്കാർ, അസംഘടിത മേഖലയിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ ചെറുകിട ഉൽപാദകർ, കൃഷിക്കാർ എല്ലാവരും തകർച്ചയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് വൻതോതിലുള്ള പണം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ്. കെയ്ൻസിനെ ഓർത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഈ മഹാമാരി ഉണ്ടാക്കിയ തകർച്ചയിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിക്കുകയാണ് വേണ്ടത്. ഓഫ് കോഴ്സ് നമ്മുടെ ഗവൺമെന്റ് 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു ചതി ഉണ്ടായിരുന്നുവെന്ന് അന്ന് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പാക്കേജിന്റെ 1% മാത്രമാണ് ഡയറക്റ്റായി ജനങ്ങളെ സഹായിക്കാനായി നീക്കിവെച്ചത്. ബാക്കി 99% അവർ ബാങ്ക് വായ്പകളുടെ രൂപത്തിൽ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഇന്ന് രാജ്യത്തെ പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധന്മാർ, അമർത്യ സെന്നിനെ പോലെ, അഭിജിത് ബാനർജിയെ പോലെ, നമ്മുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജനെ പോലെയുള്ള പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് ആ പാക്കേജ് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയില്ല. ഡയറക്റ്റ് പേയ്മെന്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു ഗിമ്മിക്കാണ് കാണിച്ചത്. ആ ഗിമ്മിക്കിന് പേരിട്ടത് ആത്മനിർഭർ എന്നാണ്. ദേശാഭിമാനത്തെ മുന്നിൽ നിർത്തിയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിന്റെ മറവിൽ എന്താണ് ചെയ്തത്? നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ കൽക്കരിപ്പാടങ്ങൾ, ഇന്ത്യയിലെ പോർട്ടുകൾ, എയർപോർട്ടുകൾ, നമ്മുടെ ബാങ്ക്, ഇൻഷുറൻസ്, ഇതുപോലുള്ള സമസ്ത മണ്ഡലവും സ്വകാര്യവൽക്കരിച്ചു. നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കറിയാം, ഈ മറവിൽ ഒരു പരീക്ഷണം അവർ അന്നേ ആരംഭിച്ചു. ഇന്ന് പാർലമെന്റ് പാസാക്കിയ ഈ കോവിഡ് കാർഷിക ബില്ലുകളുടെ ബഹളങ്ങൾ നടക്കുന്നതിനിടയിൽ നമ്മുടെ 9 MP-മാരെ അവർ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ MP-മാരുടെ സസ്പെൻഷനെതിരെ അവർ സമരത്തിലിരിക്കുന്ന ആ ഇടവേളയിൽ സുപ്രധാനമായ 3 തൊഴിൽ നിയമങ്ങൾ, മുൻപ് പാസാക്കിയ 4 ലേബർ കോഡുകളിൽ 3 അവർ പാസാക്കുകയുണ്ടായി. ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. വേജ് കോഡ് അതിനു മുമ്പ് തന്നെ പാസാക്കി കഴിഞ്ഞതാണ്. ഈ കോഡുകളുടെ രത്ന ചുരുക്കം എന്താണ്? ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അവരിൽ നിന്ന് കവർന്നെടുക്കുക.
ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിമം വേജസ് കണക്കാക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തുക. അതുണ്ടായി കഴിഞ്ഞു. 2, നമ്മുടെ രാജ്യത്തെ 100 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന മേഖലയിൽ ഉണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളുടെ സാധുത 100 എന്ന പരിധി വിട്ട് 300 തൊഴിലാളികൾ എങ്കിലും പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിലെ ഇനി തൊഴിൽ നിയമങ്ങളുടെ സുരക്ഷിതത്വം കിട്ടൂ. ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കണമെങ്കിൽ അധികാരികളുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങണം. ഈ തരത്തിൽ തൊഴിൽ മേഖലയിൽ, നമ്മുടെ വ്യവസായ തൊഴിൽ മേഖലകളിൽ ട്രേഡ് യൂണിയനുകൾക്കുണ്ടായിരുന്ന സുരക്ഷിതത്വം എല്ലാം കാറ്റിൽ പരത്തിയിരിക്കുകയാണ്. 44 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളാക്കി ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ കൈകാൽ ബന്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെത്തിച്ചിരിക്കുകയാണ്. ഈ ആത്മനിർഭറിന്റെ മറവിൽ അവർ തുടങ്ങി വെച്ച ലേബർ നിയമ പരിഷ്കാരങ്ങൾ ഇത് നിയമമായി മാറിയിരിക്കുന്നു. 3, നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി. അതുപോലെ തൊഴിൽ ഉടമകൾ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നതിനുണ്ടായിരുന്ന നിയമങ്ങളിൽ വലിയ തോതിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ഈ തരത്തിൽ എന്തൊക്കെയാണോ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങൾ അത് മുഴുവൻ ചെയ്തു കൊടുക്കാനുള്ള അവസരമാക്കി ഈ കോവിഡ് കാലത്തെ മാറ്റിയിരിക്കണം. കാരണം ഈ കാലത്ത് വലിയ സമരങ്ങൾ ഉണ്ടാവില്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല. ഇത് തന്നെ സൗകര്യമെന്ന് കണക്കാക്കി അവർ അവരുടെ രഹസ്യ അജണ്ടകൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഈ കോവിഡ് കാലം മറ്റൊന്നിനു കൂടി സാക്ഷിയായി. ഈ കഴിഞ്ഞ ആഗസ്റ്റ് 5-നാണ് സുപ്രീം കോടതി വിധിയുടെ മറപറ്റി അയോധ്യയിൽ രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. നമുക്കറിയാം, ആ സുപ്രീം കോടതി വിധി ഒരു ഫുൾ സ്റ്റോപ്പായിരുന്നു. ആ കോടതി വിധിയിൽ പലതും പറയുന്നുണ്ട്. ഒന്ന്, ബാബറി മസ്ജിദ് തകർത്തത് അന്യായമായിരുന്നു, നിയമവിരുദ്ധമായിരുന്നു. ബാബറി മസ്ജിദ് നിന്ന സ്ഥലം ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു തീർപ്പെന്ന നിലയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ബാബറി മസ്ജിദ് ഇന്ന സ്ഥലത്ത് ഉണ്ടായിക്കോട്ടെ, രാമക്ഷേത്രത്തിന് ശില ഇന്ന സ്ഥലത്ത് നിർമ്മിക്കണം. അത് ചെയ്യേണ്ടത് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ആണെന്നും അവർക്ക് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ശിലാസ്ഥാപനത്തിന് ഔദ്യോഗികമായി നേതൃത്വം കൊടുത്തത്. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്ത്യ ഒരു പുതിയ ചരിത്രഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും അത് ശരിയാണ്. നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ പൈതൃകത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശിലാസ്ഥാപനമാണ് നടത്തുന്നത്. പ്രിയമുള്ളവരെ, വളരെ വലതുപക്ഷത്തേക്കുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം ഈ കാർഷിക ബില്ലുകൾ നടപ്പാക്കുന്നതിനെ നാം കാണേണ്ടത്. പാർലമെന്റിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ട കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. കാരണം കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഈ ബില്ലുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നാൽ നടപ്പാക്കുമെന്ന് പറയുന്നതായിരുന്നു. ഇപ്പോൾ അവർക്ക് ഏത് വിഷയം വന്നാലും BJPക്കെതിരായ ഉറച്ച നിലപാടെടുക്കാൻ കഴിയുന്നില്ല. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇതിന്റെ പിതൃത്വം ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് വിലപിക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. ഒരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയില്ല. പാർലമെന്റിലാണെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തിയുമില്ല. പാർലമെന്റിൽ നിന്ന് ഇനി നമുക്ക് വല്ലാതെ നന്മ പ്രതീക്ഷിക്കാനാവില്ല. അമിതാധികാര പ്രവണതയിലേക്ക് മോഡിയും സർക്കാരും എത്തുകയാണ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബാധിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ മധുരത്തിൽ പൊതിഞ്ഞ ആ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികൾക്കും കോർപ്പറേറ്റ് ശക്തികൾക്കും വിദ്യാഭ്യാസ മേഖലയെ തീറിടാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട്, ആ നിയമവും പുറത്തു വന്നു കഴിഞ്ഞു. ഈ നിയമങ്ങളാകെ കോർപ്പറേറ്റ് വാഴ്ചയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ്. നമുക്കിനി ആശ്രയിക്കാനുള്ളത് തെരുവുകളെയാണ്. ആ തെരുവുകളിൽ സിംഹഗർജനം ആരംഭിച്ചിരിക്കുന്നു. കൃഷിക്കാരന്റെ ഉജ്ജ്വലമായ പോരാട്ടം. ആ പോരാട്ടത്തോട് തോളോട് തോൾ ചേർന്ന് തൊഴിലാളി വർഗം രംഗത്ത് വന്നിരിക്കുന്നു. അവരോടൊപ്പം നാളത്തെ പുതുനാമ്പുകളായ വിദ്യാർത്ഥി സമൂഹം ഒത്തുചേർന്നിരിക്കുന്നു. ഇത് ആവേശകരമായ ഒരു ദിനമാണ്. ഈ ദിനം, ഈ സെപ്റ്റംബർ 25 എന്ന് പറയുന്ന ചരിത്രത്തിൽ മാറ്റിവെക്കാനാവാത്ത ഒരു ദിനമായി മാറാൻ പോവുകയാണ്. ഇന്ത്യ പോരാട്ടത്തിന്റെ പുതിയ അംഗം കുറിക്കുന്ന
ഈ സെപ്റ്റംബർ 25-ന് ആ പ്രമേയം ജനസമൂഹത്തിൽ എത്തിക്കാൻ പുതിയ തലമുറയിലെ വിദ്യാർത്ഥി സമൂഹം രംഗത്ത് വന്നു എന്നത് ആവേശപൂർവ്വം ഓർത്തുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.